2022 +2 പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി. എങ്കിലും അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ്സും എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെ ഒരു ആ വെയിറ്റ്, അതിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ സംഭവങ്ങളൊക്കെ. ശരി, എങ്കിലും പലർക്കും കുറേ ബുദ്ധിമുട്ടുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ, അതേപോലെ ഓരോ ഫാക്കൽറ്റിയുടെ ഇൻസ്റ്റഗ്രാം DMസിലായിക്കോട്ടെ, നിങ്ങൾ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കുള്ള ബുദ്ധിമുട്ട്. സർ, കാര്യങ്ങളൊക്കെ അറിയാം, കുറേ പഠിക്കാനുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഫുൾ സിലബസ് പഠിക്കാനുണ്ട്, ഇതൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കണം. ഞങ്ങളാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടുമില്ല, വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയതാവട്ടെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ ആണ് കിട്ടിയത്. അത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ, പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യാൻ റെഡിയാണോ? ഞങ്ങൾ അല്ല. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലേ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ, ഓക്കെ, ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരുന്നോ, പരീക്ഷ ആവുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ഖേദിക്കേണ്ടി വരും. ഈ വീഡിയോ ഫുൾ വീഡിയോ കാണാം. അതിന് ശേഷം നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനല്ല, പ്രോപ്പറായിട്ട് എന്തൊക്കെ ചെയ്താൽ ആ നല്ലൊരു മാർക്ക്, ഓക്കെ, പരീക്ഷ വരുമ്പോൾ നല്ലൊരു മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ചിലവർക്ക് അത് ഫുൾ മാർക്കായിരിക്കാം, ചിലവർക്ക് അത് 99% ചിലവർക്ക് അത് 98% ഓരോ ആൾക്കാരുടെ മാക്സിമം ലെവൽ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ എന്താണോ മാക്സിമം, ആ മാക്സിമം നമുക്ക് വാങ്ങിച്ചെടുക്കണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നേരിടാനുള്ളത് അത് ഫസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് 4 സയൻസ് സബ്ജക്റ്റാണുള്ളത്, ഇൻക്ലൂഡിങ് മാത്സ്. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ കുറച്ച് മാരത്തോണൊക്കെ ചെയ്താൽ നമുക്ക് അവസാന ദിവസങ്ങൾ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ, അതൊക്കെ അവസാനം വേഗം പഠിച്ചെടുക്കാം. നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. ഏറ്റവും വലിയ പ്രശ്നക്കാരി ഇവരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്ന ഇവർ 4 പേരും കൂടിയാണ്. ഇവരിൽ ഓരോ ആൾക്കാരിലും ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫിസിക്സിൽ 14, മാത്സിൽ കെമിസ്ട്രിയിൽ 16, ബയോളജിയിൽ 16, അതേപോലെ മാത്സിൽ 13. മൊത്തത്തിൽ 59 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 59 ചാപ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് അല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കണ്ടൻറ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ, ഇത് മൊത്തം നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, 59 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കണം. ഫസ്റ്റ് നിങ്ങളോട് തന്നെ ഓണസ്റ്റ്ലി ചോദിക്കുക, ഈ 59 ചാപ്റ്റേഴ്സിൽ ശരിക്കും നാളെ പരീക്ഷ നടക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് എത്ര അറിയാം? എൻ്റെ ഗെസ്സ് നിങ്ങൾക്ക് ഒരു 15 താഴെയാണ് ശരിക്കും നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തോ, തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. ഇനി ഇതൊക്കെ എവിടുന്ന് പഠിച്ചെടുക്കും? പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കണം. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. വെറുതെ രസത്തിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടേ പഠിക്കാമായിരുന്നു, രസത്തിന് വേണ്ടി മെല്ലെ പഠിക്കാമായിരുന്നു. ഇനി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ, അത് മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. അതേസമയം നമുക്ക് കുറച്ച് സമയം പഠിക്കാനുള്ളൂ. ഇനിയിപ്പോൾ രസിച്ച് പഠിക്കാനാണെങ്കിൽ തന്നെ, ഓക്കെ, സമയമെടുത്ത് പഠിക്കാനാണെങ്കിൽ തന്നെ അതിനുള്ള സമയമില്ല. അപ്പോൾ ഈ 2 കൺസ്ട്രെയിൻസ് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നവും നിങ്ങൾ മനസ്സിലാക്കി. കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, സമയം കുറച്ചേ ഉള്ളൂ, പക്ഷേ പരീക്ഷയ്ക്കാണ് പഠിക്കേണ്ടത്. അപ്പോൾ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അതിനുവേണ്ടി എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യോധ 2.0 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിൽ ഓരോ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് വരാൻ പോകുന്ന അതേ ലെവൽ ക്വസ്റ്റ്യൻസ്, പല ക്വസ്റ്റ്യൻസ് ഒരു സംശയമില്ല. എക്സാം കഴിയുമ്പോൾ ഞങ്ങൾ വന്ന് പ്രൂവ് ചെയ്ത് തരാം. +1 കഴിഞ്ഞപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ്, ബാച്ചിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാച്ചിൽ അത്രയും നല്ല റിസൾട്ട് വന്നത്. നിങ്ങൾ കണ്ടു എത്ര പേർക്കാണ്, 32 പേർക്കാണ് ഫുൾ കിട്ടിയത് +1 പരീക്ഷയിൽ. അത് +2ലും ആവർത്തിക്കും, ഒരു സംശയമില്ല. കാരണം ആ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പഠിച്ച കുട്ടിക്ക് പരീക്ഷയിൽ അതേ ചോദ്യം വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാതെ ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. കാരണം അതേ ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ആ ലെവൽ ക്വസ്റ്റ്യൻസും അതേ രീതിയിലുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് വേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ബാച്ചാണ് യോധ 2.0. പലർക്കും ഈ ഒരു ന്യൂസ്, നമ്മൾ ബാച്ച് കുറച്ച് നേരത്തെ തുടങ്ങിപ്പോയി, സാർ എന്തുകൊണ്ട് ഇത്രയും നേരത്തെ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് അറിയാൻ വൈകിപ്പോയി, അല്ലെ ചിലവർ അറിഞ്ഞില്ല, അല്ലെ ചിലവർക്ക് ഇപ്പോഴാണ് തോന്നുന്നത് സാർ പഠിച്ചാലേ, പ്രോപ്പറായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചാലേ നടക്കുകയുള്ളൂ ഈ +2 പരീക്ഷ എന്നിപ്പം തോന്നുകയാണെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നല്ലൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലേറ്റ് അല്ല. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വൈകിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി
ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഈ ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും, അതിൽ ഒരു സംശയമില്ല. അതിന് യോധ 2.0 നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പോകുന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസും ഉണ്ട്. ഓക്കെ, ഇതിലൊരു സർപ്രൈസും ഉണ്ട്. ആ സർപ്രൈസ് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം എങ്ങനെയാണ് നിങ്ങളെ യോധ 2.0 ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള സർപ്രൈസ് ഇതാണ്. അതായത് യോധ 2.0 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആക്കി തരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണും ഓരോന്നിൻ്റെയും. ഓക്കെ, ഇതിന് നിങ്ങൾ ആ ക്ലാസ് ഒന്ന് വിലയിരുത്തുക. ഇതിന് നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം എവിടെ ക്ലാസ് കിട്ടുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ യോധ 2.0 ഐക്കൺ ഞെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മാത്രമേ എല്ലാവർക്കും അൺലോക്ക് ആക്കി തന്നിട്ടുണ്ട്. നിങ്ങളത് ക്ലാസ് കാണുക, പ്രോപ്പറായിട്ട് ഇരുന്ന് കാണാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് ശരിക്കും ആ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ആ ടീച്ചേഴ്സിൻ്റെ സ്റ്റൈൽ നിങ്ങളൊക്കെയാണ് എടുക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, അവിടെ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമോ. നിങ്ങൾക്ക് ഓൾറെഡി അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾ റെഡിയാണ്, ഒന്നും ആവശ്യമില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പഠിച്ചെടുക്കണ്ടേ. കാരണം ആ പരീക്ഷയെ ചോദിക്കാൻ പോകുന്ന ലെവലുള്ള ക്വസ്റ്റ്യൻസും ആ രീതിയിലുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, ഡേഞ്ചറാണ്. കുറച്ച് അറിയുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ അറിയും, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതി, നിങ്ങൾ എവിടെയും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സാമിനറിലല്ല എവിടെയും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ക്ലാസ്സസ് നടക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എക്സാമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, സൈനപ്പ് ഒക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആക്കി തന്നിട്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മണിക്കൂർ എടുത്ത് പെട്ടെന്ന് ഫുള്ള് കാണുമൊന്നും വേണ്ട, കുറച്ചെങ്കിലും കണ്ട് നോക്കുക. എന്നിട്ട് ആ സമയം എടുക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് നിങ്ങൾ +2 പരീക്ഷ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോലും സമയം മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്താണ്, അവിടെ ആരാണ് മണ്ടൻ? ഞങ്ങളല്ല, നിങ്ങളായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ക്ലാസ് നടക്കുകയെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എങ്കിലും ഞാൻ ഒരു ഐഡിയ തരാം എങ്ങനെയാണ് യോധ 2.0 ക്ലാസ്സസ് നടക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പരീക്ഷയിൽ വീണ്ടും നിങ്ങൾ എടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് വന്ന് എടുക്കുന്ന ക്ലാസ് ഒന്നുമല്ല. അവർ എത്രയോ വർഷമായിട്ട് പ്രീവിയസ് ഇയറിൽ എത്രയോ ക്വസ്റ്റ്യൻസ് കണ്ട് അതൊക്കെ അനലൈസ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് നോക്കി അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഭയങ്കര എംഫസൈസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ റാൻഡംലി വെറുതെ വന്ന് എന്തെങ്കിലും എടുക്കുകയല്ല ചെയ്യുക. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. അതേസമയം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാമിൽ വന്ന ചോദ്യങ്ങൾ, അത് വെറും മാർച്ച് പരീക്ഷയിൽ വന്ന പബ്ലിക് എക്സാമിൽ ചോദ്യങ്ങൾ മാത്രമല്ല, മോഡൽ എക്സാമിൽ വന്നതും സേവ് പരീക്ഷയിൽ വന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇത് എല്ലാം കൂടെ എങ്ങനെയാണ് ഒരു പ്രത്യേക സമയത്ത് കവർ ചെയ്യുക? ഇല്ല, അത് പ്രാക്ടിക്കൽ അല്ല. എല്ലാം കൂടെ നമുക്ക് തീർക്കാൻ പറ്റുമോ പഠിപ്പിച്ച്? ഇല്ല, അതിനുള്ള സമയം ബാക്കിയില്ല. അപ്പം എന്ത് ചെയ്യും, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം പരീക്ഷ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും ചോദിച്ചാൽ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരും. ഹോംവർക്ക് ആയിട്ട് തരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എല്ലാ സൊല്യൂഷൻസും നോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് PDF ആക്കിയിട്ട് തരും കേട്ടോ, പേടിക്കേണ്ട. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും കിട്ടും. അല്ലാണ്ട് ഹോംവർക്ക് തന്ന് ആൻസർ കിട്ടാമെന്ന് ആരും വിടാൻ പോകുന്നില്ല. ഓക്കെ, ശരി. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ക്ലാസ്സസിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് നോട്ട്സും കിട്ടും. നോട്ട്സും ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സും നിങ്ങളൊന്ന് ഡൗൺലോഡൊക്കെ ചെയ്ത് നോക്കുക. ഒന്ന് നോക്കുക, അതുകൊണ്ട് കാര്യമൊന്നും. എന്തിനാണ് ഈ നോട്ട്സ്? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, പക്ഷേ നിങ്ങളുടെ ഫൈനൽ എക്സാം ആകുമ്പോഴോ മോഡൽ എക്സാം ആകുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ റിവൈസ് എവിടെ നിന്ന് ചെയ്യണം? ഒന്നുമില്ല, ഈ നോട്ട്സ് പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ വീണ്ടും ഗ്യാരണ്ടിയാണ്, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ക്ലാസ് എടുത്ത് കാണും. ഓക്കെ, ഇനി ഞാൻ കുറേ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാം. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക, അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവരും കണ്ട് പഠിച്ചോട്ടെ. വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, ആരും ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടി അറിയാലോ, താഴെ നമ്പറൊക്കെ കാണാമായിരിക്കും. നിങ്ങൾക്ക് 2000 ആണ് ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് 2000 എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിനൊന്നല്ല, നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റിൻ്റെയും ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ചിലവർക്ക് സാർ ഇപ്പോൾ ജോയിൻ ചെയ്ത മിസ്സായ ക്ലാസ് കിട്ടുമോ? തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ആപ്പിൽ കാണാം. അത് ഇനിയുള്ള ക്ലാസ്സസും ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, നന്നായിട്ട് ഇനിയും പഠിക്കണം, നല്ലൊരു മാർക്കിലേക്ക് തന്നെ എത്തണം എന്നൊരു ആഗ്രഹമുള്ളവർ, സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാലഞ്ച് യോധ 2.0 ചാലഞ്ചിന് ഇനിയെങ്കിലും റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് തന്നെ ഒരു നല്ല സൈനാണ് നിങ്ങളെ പരീക്ഷയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം.